KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂം അന്തരിച്ചു. ദുബൈയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി. അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ ഇന്ന് KMIC ന്യൂസിൽ. ഖത്തറിൽ RSC സാഹിത്യോത്സവ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. ഹജ്ജിന് ദിവസങ്ങൾ മാത്രം ബാക്കി. റിസാല സ്റ്റഡി സർക്കിൾ ഹജ്ജ് വളണ്ടിയർ കോർ കർമ്മസജ്ജമായി. SSF ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപനം നാളെ 4 കേന്ദ്രങ്ങളിൽ. മരഞ്ചാട്ടി മാർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വർഷത്തിലേക്ക്. അനുമതിയില്ലാതെ റാലി. ഹാർദിക് പട്ടേലിനെയും അനുയായികളെയും ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 4 UDF MLAമാർക്കെതിരെ കേസ്. വിശുദ്ധ ഹജ്ജ്. ഇന്ത്യൻ തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹജ്ജ് മിഷൻ. വാർത്തകൾ വിശദമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ മൂത്ത മകൻ ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂം അന്തരിച്ചു. ഇന്ന് രാവിലെ ഹൃദയാഘാതം മൂലമാണ് വിയോഗമുണ്ടായതെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. 34 വയസ്സായിരുന്നു. ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂമിന്റെ വിയോഗത്തിൽ ദുബൈയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. എമിറേറ്റിൽ പതാക താഴ്ത്തിക്കിട്ടുമെന്ന് ദുബായ് റൂളേഴ്സ് കോർട്ട് അറിയിച്ചു. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സാബിൽ മസ്ജിദിൽ മയ്യിത്ത് നിസ്കാരം നടക്കും. ഉമ്മുഹുറിൽ ഖബർസ്ഥാനിൽ ഖബറടക്കും. ഷേഖ് റാഷിദിന്റെ വിയോഗത്തിൽ UAE പ്രസിഡന്റ് ഷേഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ അനുശോചനം അറിയിച്ചു. കുതിരയോട്ട കമ്പക്കാരനും സാബിൽ കുതിരയാലയത്തിന്റെ മേധാവിയുമായിരുന്നു. ബജറ്റ് അവതരണത്തിനിടെ നിയമസഭയിൽ പ്രതിപക്ഷ വനിതാ MLAമാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 4 UDF MLAമാർക്കെതിരെ കേസ്. UDF MLAമാരായ K ശിവദാസൻ നായർ പത്തനംതിട്ട, AT ജോർജ് പാറശാല, MA വാഹിദ് കഴക്കൂട്ടം, ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചി എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. വനിതാ MLAമാരായ ജമീല പ്രകാശം, KK ലതിക എന്നിവരുടെ പരാതിയിലാണ് കോടതി നടപടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് UDF MLAമാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. MLAമാർ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ മാർച്ച് 13-നാണ് നിയമസഭയിൽ ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ പ്രതിപക്ഷ MLAമാർ ശ്രമം നടത്തിയത്. ഇതേ തുടർന്ന് നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെച്ച പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസ് തകർക്കുകയും കസേര വലിച്ചെറിയുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് മന്ത്രി മാണിയുടെ ബജറ്റ് പ്രസംഗം തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിനിടെയാണ് വനിതാ MLAമാർക്കെതിരെ കയ്യേറ്റമുണ്ടായത്. ഗുജറാത്ത് സർക്കാർ അനുമതി നിഷേധിച്ച റാലി നടത്താനെത്തിയ ഹാർദിക് പട്ടേലിനെയും അനുയായികളെയും കസ്റ്റഡിയിലെടുത്തു. ഗുജറാത്തിലെ പട്ടേൽ വിഭാഗത്തിന് സംവരണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിക്കാനിരുന്നത്. എന്നാൽ ഏക്ത യാത്രയ്ക്ക് പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്തു വില കൊടുത്തും യാത്ര നടത്തുമെന്ന് പട്ടേൽ പ്രഖ്യാപിച്ചിരുന്നു. ഏക്ത റാലിക്കെത്തിയ ഹാർദിക്കിനെയും 50ഓളം അനുയായികളെയും പോലീസ് സൂററ്റിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നേരത്തെ റിവേഴ്സ് ദണ്ഡി മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പോലീസിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരളത്തിലെ ഗൾഫ് പ്രവാസികൾക്ക് പ്രതീക്ഷയേകി എയർ കേരളക്ക് വീണ്ടും സാധ്യത തെളിയുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യോമയാന നയത്തിന്റെ കരട് ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കും. പുതിയ നയം കേരളത്തിലെ ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ച് ശുഭകരമാകുമെന്നാണ് പ്രതീക്ഷ. ചിരകാല സ്വപ്നമായ എയർ കേരളയുടെ ചിറകരിഞ്ഞ 5/20 എന്ന വ്യവസ്ഥ നീക്കം ചെയ്തായിരിക്കും പുതിയ നയം പുറത്തിറങ്ങുക എന്നാണ് സൂചന. പുതിയ വിമാന കമ്പനിക്ക് വിദേശ സർവീസ് ആരംഭിക്കാൻ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും 20 വിമാനവും വേണമെന്നായിരുന്നു ഈ വ്യവസ്ഥ. പുതിയ വ്യോമയാന നയം രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ച്
ഓഗസ്റ്റ് 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ 5/20 എന്ന വ്യവസ്ഥ എടുത്തുകളയുന്നതിനെ പ്രധാനമന്ത്രി അനുകൂലിച്ചതായാണ് വിവരം. ഈ വ്യവസ്ഥ ഇല്ലാതാകുമ്പോൾ പകരം സംവിധാനം കൊണ്ടുവരേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദേശം നടപ്പായാൽ എയർ കേരള പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. ആദ്യഘട്ടത്തിൽ തന്നെ ഗൾഫ് സർവീസ് ആരംഭിക്കാനും കഴിയും. സർക്കാരിന് 26% ഓഹരിയും പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഓഹരി നിക്ഷേപവും സ്വീകരിച്ച് എയർ കേരള യാഥാർത്ഥ്യമാക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. എന്നാൽ 5/20 വ്യവസ്ഥ മൂലം എയർ കേരളയ്ക്ക് വേണ്ടിയുള്ള ശ്രമം സംസ്ഥാന സർക്കാർ ഏറെക്കുറെ അവസാനിപ്പിച്ച സമയത്താണ് നിബന്ധനകൾ കേന്ദ്ര സർക്കാർ ഇളവ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ടാറ്റയുടെ നേതൃത്വത്തിലുള്ള എയർ ഏഷ്യ, എയർ വിസ്താര തുടങ്ങിയ വിമാന കമ്പനികൾ സർവീസ് തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് നിബന്ധനകൾ വഴിമാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. പെൺകുട്ടികൾ രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങി നടക്കുന്നത് സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാം. പക്ഷേ ഇന്ത്യയുടെ സംസ്കാരത്തിന് ഇത് ചേർന്നതല്ലെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഹറമിലും പരിസരങ്ങളിലും ഹാജിമാരുടെ തിരക്ക് വർദ്ധിച്ചതോടെ അവരുടെ സേവനത്തിനായി റിസാല സ്റ്റഡി സർക്കിൾ ഹജ്ജ് വോളണ്ടിയർ കോർ സദാ പ്രവർത്തന സജ്ജം. ആദ്യ ഹാജി മക്കയിൽ ഇറങ്ങിയതു മുതൽ വിവിധ ഷിഫ്റ്റുകളിലായി സേവനം ചെയ്യുന്ന വളണ്ടിയർമാർ ഹാജിമാരെ ഉംറ നിർവഹിക്കുന്നതിനും മറ്റു കർമ്മങ്ങൾക്കും പൂർണ്ണമായി അനുഗമിക്കുന്നുണ്ട്. അറഫാ ദിനം കഴിയുന്നതോടെ ഉണ്ടാകുന്ന കൂട്ടത്തിരക്കിൽ കഷ്ടപ്പെടുന്നവർക്കും പ്രായം തളർത്തിയവർക്കും കൂട്ടം തെറ്റിയവർക്കും ദിശയറിയാത്തവരുമായ എണ്ണമറ്റ വിശ്വാസിക്കൂട്ടത്തിനും വഴികാട്ടിയായി മിനായിലും മുസ്ദലിഫയിലും ജംറക്കും സമീപമാണ് കൂടുതൽ സേവനങ്ങൾ ആവശ്യമായി വരുന്നത്. മെട്രോ സ്റ്റേഷനുകൾ, അറഫ, അസീസിയ എന്നിവിടങ്ങളിലും സേവകർ രംഗത്തുണ്ടാവും. പെരുന്നാൾ ദിവസം മുതൽ അയ്യാമു തശ്രീഖിന്റെ നാളുകൾ കഴിയുന്നതുവരെ സൌദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം പരിശീലനം ശ്രദ്ധിച്ച സന്നദ്ധ സേവകർ കൂടി വന്നുചേരും. വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരും അരദശകത്തോളം സേവനം ചെയ്ത് പരിചയമുള്ളവരുമായ RSC വണ്ടിയർമാർ വീൽചെയർ സേവനങ്ങൾക്കു പുറമെ ദക്ഷിണേഷ്യൻ ഹാജിമാരിൽ മഹാഭൂരിഭാഗവും താമസിക്കുന്ന അസീസിയ ഭാഗത്തെ വഴിതെറ്റുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയും വിദൂരങ്ങളിലുള്ളവർക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തിയും സൌകര്യങ്ങൾ സംവിധാനിക്കും. ഹജ്ജ് വളണ്ടിയർ സേവന പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തിയും മാർഗനിർദ്ദേശം സ്വീകരിച്ചും ഇന്ത്യൻ ഹജ്ജ് കൌൺസിലർ മുഹമ്മദ് നൂർ റഹ്മാൻ ഷേഖിനെ റിസാല സ്റ്റഡി സർക്കിൾ വളണ്ടിയർ സംഘാടകർ നേരിൽ സന്ദർശിച്ചിരുന്നു. മഹമ്മൂദ് സഖാഫി കുറ്റിക്കാട്ടൂർ ദമ്മാം കൺവീനറും മുഹമ്മദ് കുട്ടി സഖാഫി ഒളമദിൽ റിയാദ് കോർഡിനേറ്ററുമായ കൺട്രോൾ ബോർഡാണ് ഹജ്ജ് വളണ്ടിയർ സേവനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വിവിധ ഭാഷാ പ്രാവീണ്യമുള്ളവരും പരിശീലനം ശ്രദ്ധിച്ചവരും അടങ്ങുന്ന വിവിധ ഗ്രൂപ്പുകളിലായി 3 ഷിഫ്റ്റ് ആയിട്ടാണ് വളണ്ടിയർമാർ സേവനത്തിനിറങ്ങുക. RSC നാഷണൽ പ്രവർത്തക സമിതി അംഗങ്ങളും സോൺ നേതൃത്വവും അടങ്ങുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിനെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹജ്ജ് വോളണ്ടിയർ കോർ കോർഡിനേറ്റർമാർ മുഖേനയാണ് സോണുകളിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഇതു സംബന്ധമായി മക്കയിൽ നേരത്തെ നടന്നുവരുന്ന സേവന മേൽനോട്ടത്തിന് മുഹമ്മദ് ഹനീഫ് അമാനി, ഉസ്മാൻ കുറുകത്താണി, സൽമാൻ വെങ്ങളം എന്നിവർ അടങ്ങുന്ന സമിതി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുക്കങ്ങളും പരിശീലനങ്ങളും വിലയിരുത്തി RSC നാഷണൽ ചെയർമാൻ അബ്ദുൽ ബാരി നദ്വിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. ജനറൽ ക്യാമ്പ് കോർഡിനേറ്ററായി ഷബീർ മാറഞ്ചേരി അൽക്കോബാർ, വളണ്ടിയർ ക്യാപ്റ്റൻ ഷുക്കൂർ അലി ചട്ടിപ്പടി റിയാദ്, സൈറ്റിപ്പ് ക്യാപ്റ്റന്മാർ ഫൈസൽ വാഴക്കാട്, ജുബൈൽ, നൌഷാദ് വേങ്ങര ജിദ്ദ, റൂം ആൻഡ് അക്കോമഡേഷൻ സലീം ഓലപ്പെടിക ദമ്മാം എന്നിവരും കമ്മ്യൂണിക്കേഷൻ, സ്വീകരണം, ഓഫീസ്, മീഡിയ എന്നിവയ്ക്കും വിവിധ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സംഘം പുണ്യഭൂമിയിലെത്തി. ഇന്ത്യയിൽ നിന്നും ഇത്തവണ 1,36,000 പേർക്കാണ് ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ചത്. ഇതിൽ 1,00,000 ഹാജിമാർ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലും 36,000 തീർത്ഥാടകർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിലുമാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിലെത്തിയ ഹാജിമാർക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ ഹജ്ജ് നിർവഹിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസൽ ജനറലും ഹജ്ജ് കോൺസലറുമായ മുഹമ്മദ് നൂർ റഹ്മാൻ ഷേഖ് പറഞ്ഞു. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിലെത്തിയ ഹാജിമാർ എല്ലാവരും ഇപ്പോൾ മക്കയിലാണുള്ളത്. സെപ്റ്റംബർ 21 രാത്രി മുതൽ ഹാജിമാർ മിനായിലേക്കുള്ള പ്രയാണം തുടങ്ങും. മിന, അറഫ, മുസ്ദലിഫ എന്നിവിടങ്ങളിലേക്കുള്ള മശാഇർ ട്രെയിൻ ടിക്കറ്റും ബലികർമ്മത്തിനുള്ള കൂപ്പണുകളും വിതരണവും പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം 70,000 ബലി കൂപ്പണുകളാണ് ഹജ്ജ് കമ്മിറ്റി വഴി വിതരണം ചെയ്തത്.
ഇന്ത്യൻ ഹാജിമാർ തങ്ങുന്ന മിന, അറഫ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേകം ഓഫീസ് തുറന്നിട്ടുണ്ട്. ഹാജിമാരെ സഹായിക്കുന്നതിനായി വിവിധ മലയാളി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ 62 തീർത്ഥാടകർ മരിച്ചിട്ടുണ്ട്. ഹറമിൽ ക്രെയിൻ അപകടത്തിൽ 12 പേർ മരിച്ചതുൾപ്പെടെയുള്ള കണക്കാണിത്. മൊത്തം 31 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 19 പേർ മക്കയിലെ ആശുപത്രി ചികിത്സയിലാണ്. ഇവർ എല്ലാവരും അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചതായി കോൺസൽ ജനറൽ പറഞ്ഞു. ഹാജിമാരുടെ ഇന്ത്യയിലേക്കുള്ള മടക്കം ഈ മാസം 28-ന് ആരംഭിക്കും. കഴിഞ്ഞ 6 വർഷമായി റിസാല സ്റ്റഡി സർക്കിൾ RSCയുടെ ആഭിമുഖ്യത്തിൽ GCC രാജ്യങ്ങളിൽ നടന്നുവരുന്ന സാഹിത്യോത്സവിന്റെ ഈ വർഷത്തെ ഖത്തർ തല പരിപാടികൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി നടക്കും. ഇതു സംബന്ധമായി ഖത്തർ ക്രിസ്റ്റൽ പാലസ് ഹോട്ടലിൽ ചേർന്ന സാഹിത്യോത്സവ പ്രഖ്യാപന സംഗമം അഹമ്മദ് സഖാഫി പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ICF മിഡിൽ ഈസ്റ്റ് സെക്രട്ടറി കരീം ഹാജി മേമുണ്ട പ്രഖ്യാപനം നടത്തി. ഗൾഫ് മേഖലയിലെ കലാസാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകാൻ RSC സാഹിത്യോത്സവങ്ങൾക്ക് ഇതിനകം സാധ്യമായിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യോത്സവ ബ്രോഷർ പ്രകാശന കർമ്മം RSC ഗൾഫ് കൌൺസിൽ കൺവീനർ TA അലി അക്ബർ, സ്വാഗത സംഘം ചെയർമാൻ അഹമ്മദ് സഖാഫിക്ക് നൽകി നിർവഹിച്ചു. RSC നാഷണൽ കമ്മിറ്റി ചെയർമാൻ ജലീൽ ഇർഫാനി ചുക്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ മൊയ്തീൻ ഇരിങ്ങല്ലൂർ സ്വാഗതവും ഹാരിസ് മൂടാടി നന്ദിയും പറഞ്ഞു. 4ാം ദിവസവും സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 80 രൂപ കൂടി 19,840 രൂപയിലെത്തി. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 2,480 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 4 ദിവസത്തിനിടെ പവന് 320 രൂപയാണ് വർദ്ധിച്ചത്. രാജ്യാന്തര വിപണിയിലെ മാറ്റമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിശ തോട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 2 പതിറ്റാണ്ടായി മർക്കസ് സഖാഫത്തി സുന്നിയക്ക് കീഴിൽ ആയിരക്കണക്കിന് യതീമുകളും നിർധനരുമായ പെൺകുട്ടികൾക്ക് അറിവും അഭയവും നൽകി പ്രവർത്തിച്ചുവരുന്ന മരഞ്ചാട്ടി മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വാർഷികം ആഘോഷിക്കുകയാണ്. 20 ദിന കർമ്മ പദ്ധതികളുമായാണ് ആഘോഷം. സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മർക്കസ് AGM ഉനൈസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മർക്കസ് HR മാനേജർ അമീർ ഹസൻ പ്രഖ്യാപനം നടത്തി. SSF മലപ്പുറം ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നാളെ 4 കേന്ദ്രങ്ങളിൽ നടക്കും. മലപ്പുറം, എടവണ്ണ, കക്കാട്, വെട്ടിച്ചിറ എന്നീ 4 കേന്ദ്രങ്ങളിലാണ് സമ്മേളന പ്രഖ്യാപനം നടക്കുന്നത്. കൌമാര വിദ്യാർത്ഥികളിൽ ധാർമ്മിക ബോധവും പഠനോത്സുകതയും വളർത്തുന്ന ക്രിയാത്മക മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതായിരിക്കും മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി സമ്മേളനം. സേവനബോധവും സർഗാത്മക വീര്യവുമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാനുള്ള നിരവധി പദ്ധതികൾ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ നടക്കും.
മലപ്പുറത്ത് നടക്കുന്ന പ്രഖ്യാപനം SSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് M. ദുൽഫുക്കാർ അലി സഖാഫി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഹയർ സെക്കൻഡറി സമിതി അംഗം ഫിറോസ് ഖാൻ പദ്ധതികൾ അവതരിപ്പിക്കും. മലപ്പുറം, കൊണ്ടോട്ടി, കോട്ടക്കൽ, പെരിന്തൽമണ്ണ ഡിവിഷനുകളിൽ നിന്നുള്ളവരാണ് മലപ്പുറത്തെ സംഗമത്തിൽ പങ്കെടുക്കുക. കർണാടക സ്റ്റേറ്റ് SSFന്റെ 27ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടുക്കും പതാക ദിനം ആചരിച്ചു. പതാക ദിനത്തിന്റെ ഭാഗമായി കുടക് വീരാജ്പേട്ട അൻവാറുൽ ഹുദ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ SSF കുടക് ജില്ലാ സെക്രട്ടറി ഷക്കീർ മാസ്റ്റർ പതാക ഉയർത്തി. അഷ്റഫ് അഹ്സനി, ഷഫീഖ് സഖാഫി, അബ്ദുറഹ്മാൻ അഹ്സനി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ സാഹിബ് KMC ന്യൂസിനോടൊപ്പം ചേരുന്നു. വഫ സർ, KMC ന്യൂസിലേക്ക് സ്വാഗതം. കർണാടക മദ്രസ കേസുമായി ബന്ധപ്പെട്ട് താങ്കളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ വഫ സർ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? നോക്കൂ, ഞാന് സോഷ്യൽ മീഡിയയിൽ ചെന്ന കുറെ സംഭവങ്ങളൊക്കെ കേട്ടു. തികച്ച അടിസ്ഥാനരഹിതമായ സംഭവങ്ങളാണിത്. എനിക്ക് ആമുഖമായി പറയേണ്ടത് എന്താ അറിയോ, ഇവർ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണല്ലോ. ഇസ്ലാമിക സംഘടനാ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് സംഘടിപ്പിക്കലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ മുനാഫിഖിന്റെ ലക്ഷണമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കോടതിയില് ഞാൻ വാസ്തവത്തിൽ പറഞ്ഞാൽ കർണാടക കോടതി കണ്ടിട്ട് പോലുമില്ല. ഇതുകൾ മനസ്സിലാക്കണം. പിന്നെ ഇസ്ലാം ദീന്റെ പേരിൽ രാഷ്ട്രീയക്കാരെ മാതിരി പ്രവർത്തിക്കുന്നതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. പക്ഷെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണല്ലോ. രാഷ്ട്രീയക്കാർക്ക് പൊതുവിലുണ്ടായിരിക്കേണ്ട 3 സിഫത്ത് മുനാഫിഖിനുണ്ടായിരിക്കേണ്ട ലക്ഷണങ്ങളൊക്കെയാണ്. മുനാഫിഖിന്റെ ഒരു ലക്ഷണം എന്താണ്? കളവ് വല്ലരാണ്. ഞാൻ ആ ന്യൂസിൽ അത് കണ്ടു. ഞാൻ അത് പറയാളെ വെല്ലുവിളിക്കുന്നു. മനുഷ്യ, നീ പറഞ്ഞത് സത്യമാണോ അല്ല കളവാണോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുക. മുസ്ലിം ആണെങ്കിൽ, മുനാഫിഖാണെങ്കിൽ ഇതിനെ വർത്താനല്ല. ഇസ്മായിൽ വഫ കർണാടക കോടതിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നത് നിങ്ങൾ ഇസ്ലാം ദീന്റെ പേരിലാണോ പ്രവർത്തിക്കുന്നത്? ഞാനിത് പഠിച്ചു വരികയാണ്. വാസ്തവത്തില് ജഡ്ജി പറയാത്തത് പോലും ജഡ്ജിന്റെ പേരിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞാന് ഇതിനെതിരിൽ നിയമ നടപടി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്കെതിരിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് കാന്തപുരത്തിൻ്റെതാ കൂലിപ്പട്ടാള, കാശുപട്ടാള, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം ദീനിനെ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ലക്ഷ്യവും മാർഗവും പാവനമായിരിക്കണം. ജഡ്ജി ഇസ്മായിൽ വർഷനെ വിളിച്ചു. ഒരു കോടതിയിലും കേസ് കൊടുക്കാൻ സമ്മതിക്കൂല എന്ന് ജഡ്ജി പറഞ്ഞു. ഇങ്ങനൊന്നും ജഡ്ജി പറയുന്ന മനുഷ്യ. നിങ്ങള് രാഷ്ട്രീയക്കാരന്റെ ഏഴാങ്കൂലി വർത്താനം പറയുന്നൊരു ബോധം വേണം തലയെ കിട്ടും കിട്ടിയായിട്ട്. നിങ്ങൾ നേർക്ക് ഞാനുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? സത്യം മാത്രമേ പറയാവൂ. നിങ്ങള് ഈ ചേളാരി സമസ്ത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാല് കളവ് പറയലാണ് ഒന്നാമത്തെ പ്രത്യേകത എന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 2 വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. മനസ്സിലായില്ലേ? ആയതുകൊണ്ട് ദയവുണ്ടായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇത് പഠിച്ചിട്ട് ഇത് പറഞ്ഞ ആളാരാണ്, ഇതിന്റെ അടിമിനാരാണ് എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് മാനനഷ്ടമുണ്ടാക്കിയതിന് ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. ഞാൻ ധൃതി പിടിക്കൂല, അനാവശ്യം ഞാൻ പറയുകയില്ല. കളവ് പറഞ്ഞാൽ നാളെ പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. വഫ സർ, മറ്റൊരു ചോദ്യം. താങ്കൾ ഈ മദ്രസ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എപ്പോഴാണ് പോയത്? എവിടെയാണ് പോയിട്ടുള്ളത്? അത് ഏകദേശം ഒരു 3 ആഴ്ച ആയിരിക്കണം. വേണമെങ്കിൽ ഞാൻ കൃത്യമായ ഡേറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ സെക്രട്ടേറിയറ്റില് അവിടുത്തെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ഹാജരായത്. 2 കക്ഷികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കൃത്യമായിട്ട് നമുക്ക് വഖഫ് ബോർഡ് കൊടുത്തിരിക്കുന്ന നമ്മുടെ പാഠ പുസ്തകം പഠിപ്പിക്കണമെന്ന ഡയറക്ഷൻ, അതുകൊണ്ട് മംഗലാപുരം കലക്ടറുടെ കണ്ടെത്തൽ അവിടെ പോയിട്ടുള്ളത് സുന്നി വിദ്യാഭ്യാസങ്ങളുടെ പുസ്തകമാണ് പഠിപ്പിക്കുന്നത്. സ്റ്റാറ്റസ് കോ നിലനിർത്തണം. സ്റ്റാറ്റസ് കോ പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥ നിലനിർത്തുക. അന്നുണ്ടായിരുന്ന അവസ്ഥ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ഒരു നിലക്കും ഇവർക്ക് അനുകൂലമായ ഒരു തരിമ്പും
ഞാൻ അവിടെ പരിശോധിച്ച ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഞാൻ കോടതിയിൽ പോയി എന്നും കോടതി എന്നെ ശാസിച്ചുവെന്നും ജഡ്ജി പറയാത്ത കാര്യങ്ങൾ ജഡ്ജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഏത് ഇസ്ലാം ദീൻ പ്രകാരമാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ അനൗൺസ് ചെയ്ത ആൾക്ക് എന്റെ ഫോൺ നമ്പറിൽ എന്നെ ഒന്ന് വിളിക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് സത്യം അറിയണ്ടേ, ഹക്ക് അറിയണ്ടേ? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം എന്താണ് ഹക്ക് എന്ന്. നേരെ നമുക്കൊന്ന് സംസാരിച്ച് കളയാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഇത്ര സത്യമുണ്ട് എന്നും ഞാൻ പറയുന്നതിൽ എന്താ കളവാണെന്നും ഇതൊക്കെ നിങ്ങൾ കേൾക്കല്ലോ. കേട്ടിട്ട് പറയൂ, ഇസ്മായിൽ വഫ പറഞ്ഞിരിക്കുന്ന ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് നിങ്ങളൊന്ന് സമർത്ഥിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോണിൽ സംവാദം നടത്തി കളയാം. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാം ദീനിൽ ലക്ഷ്യവും മാർഗവും പാവനമായിരിക്കണം എന്നൊരു ബോധത്തോടുകൂടി സത്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്നാണ് വിനീതമായി പറയുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനേ ചോദിച്ചോളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്ക് പേജുകളിൽ, അതുപോലെ സുന്നി വിഭാഗത്തോട് ശത്രുത പുലർത്തുന്ന വ്യക്തികളുടെ ഫേസ്ബുക്ക് വാളിൽ, അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ, ബേലക്സിൽ SKSSFന്റെ ക്ലാസ് റൂമിൽ താങ്കൾക്കെതിരെയുള്ള ശബ്ദ സന്ദേശം, ചിത്രങ്ങൾ, വാർത്തകൾ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ ചെയ്തവർക്കെതിരെയും പേജ് അഡ്മിൻസ്, ഗ്രൂപ്പ് അഡ്മിൻസ് ഇവർക്കെതിരെയും എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ താങ്കൾ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, സൈബർ ആക്ട് പ്രകാരവും ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരവും IPC നിയമപ്രകാരവും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ സകല നടപടി ഞാൻ എടുക്കും. എനിക്ക് മാനക്കേട് ഉണ്ടാക്കുന്നതാണ് സംഭവം. ഞാൻ നടപടി എടുക്കുന്ന കാര്യം ഞാൻ ആലോചിച്ച് വരികയാണ്. നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇവർ പരസ്യമായി എന്നോട് മാപ്പ് പറയേണ്ടി വരും. തെറ്റ് മനുഷ്യന് പറ്റാം, പക്ഷെ ഇവർ കൽപ്പിച്ചുകൂടില്ല. ഇവർക്ക് തെറ്റ് പ്രചരിപ്പിക്കൽ മാത്രമേ ഇവർക്ക് വാസ്തവത്തിലെ രീതി അതാണ്. കാരണം രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലേ. ഞാനിവരെ പറയുന്നത് ഈ സമസ്ത എന്ന് പറയണ്ട, ഈ പറഞ്ഞാൽ മതി. ഇന്നത്തെ ഗൈഡിങ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ തോറ്റോരി എന്നർത്ഥം. നേതൃത്വം അവർക്കില്ല, ന്യായം അവർക്കില്ല, കളവ് പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. സാക്ഷാൽ സമസ്ത എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. വഫ സർ, താങ്കൾ പറയുന്നു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന്. താങ്കളുടെ ഈ പ്രതികരണം കേട്ട ശേഷം അത്തരം പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്? ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ എന്നെ പറ്റി വന്നത് മുഴുവനും വേണ്ട വിധത്തിൽ എല്ലാം റെക്കോർഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ റെക്കോർഡാക്കി കഴിഞ്ഞത് കൊണ്ട് തന്നെ എനിക്കതുമായിട്ട് മുന്നോട്ട് പോവാൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആ വിശദീകരണം ഇത്രയും നേരം മിണ്ടാതിരുന്നത് തന്നെ ഇതിനെപ്പറ്റി സമഗ്രമായി പഠിച്ച് ഞാൻ മാത്രമല്ല സീനിയർ അഡ്വക്കേറ്റുമാരുമായൊക്കെ സംസാരിച്ച് ഒരു നയം രൂപീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഇവർ വിചാരിക്കും ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് എനിക്കൊന്നും മറുപടി പറയാനില്ല എന്ന്. ഞാന് ഇവരുമായിട്ട് എന്റെ സീനിയർ അഡ്വക്കേറ്റുമാർ മുതൽ എല്ലാവരുമായി സംസാരിച്ച് എങ്ങനെ മുന്നോട്ട് നേക്കാമെന്ന് പ്ലാനിന് വേണ്ടിയിട്ട് സമയമെടുത്തതാണ്. അതുകൊണ്ട് അവരവിടെ നീക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഫുള്ള് റെക്കോർഡ് കോടതിയിൽ നിലനിൽക്കത്തക്ക രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കിയൊക്കെ സീനിയർ അഡ്വക്കേറ്റുമാരുടെ അടക്കം ആ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടത് ഞാൻ ഒന്നിക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ, താങ്കളുടെ വിലപ്പെട്ട സമയം KMAC ന്യൂസിന് വേണ്ടി കണ്ടെത്തിയതിന്. മുസ്ലിം സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഒരു പാഠമാണ് ഇസ്മായിൽ വഫ സാഹിബിന്റെ ഈ നീക്കങ്ങൾ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷേഖ് റാഷിദ് ബിൻ മുഹമ്മദ് അൽ മഖ്തൂം അന്തരിച്ചു. ദുബൈയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. വനിതാ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 4 UDF MLA-മാർക്കെതിരെ കേസ്. വിശുദ്ധ ഹജ്ജ്, ഇന്ത്യൻ തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹജ്ജ് മിഷൻ. അനുമതിയില്ലാതെ റാലി, ഹാർദിക് പട്ടേലിനെയും അനുയായികളെയും ഗുജറാത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഖത്തറിൽ RSC സാഹിത്യോത്സവ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. SSF ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപനം നാളെ 4 കേന്ദ്രങ്ങളിൽ. മരഞ്ചാട്ടി മാർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസ് 20ാം വർഷത്തിലേക്ക്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നുണ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ. ഹജ്ജിന് ദിവസങ്ങൾ മാത്രം ബാക്കി. റിസാല സ്റ്റഡി സർക്കിൾ ഹജ്ജ് വളണ്ടിയർ കോർ കർമ്മസജ്ജമായി. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.